ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രം പുതിയ പ്രൊമോയിൽ നമ്മുടെ വേദയും വിക്രവും തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ, പ്രണയ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ആദ്യം കാണുവാൻ സാധിച്ചത്. പക്ഷെ പിന്നാലെ നമ്മുടെ ജോബി പോലീസായിട്ട് വന്ന് അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ വേദയ്ക്കും വിക്രവിനും ഇത്രയ്ക്കും അശാന്തിയായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, ആരുടെയെങ്കിലും ശാപമാണോ എന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടുന്നത്. ഇവരുടെ വിവാഹം നടക്കാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണും ചെക്കനും ശരിക്കും കെട്ടുന്നുണ്ടായിരുന്നല്ലോ അമ്പലത്തിൽ വെച്ച്. ആ ഒരു സ്ഥലത്ത് വെച്ചാണല്ലോ നമ്മുടെ വിക്രം ആ ഒരു താലി തട്ടിപ്പറിച്ചെടുത്തിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിൽ കെട്ടിയത്. അപ്പൊ അവിടുത്തെ ശരിക്കിനും ചെറുക്കനും പെണ്ണും ഈ ഒരു തേയിലത്തോട്ടത്തിന് അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പൊ ആ ചെറുക്കന്റെ കാലിന് എന്തോ വയ്യായിക പറ്റിയിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഫുൾ എന്താ പറയാ ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്. അപ്പൊ ഇതിനെല്ലാം കാരണം വേദയും വിക്രവും ആണെന്നാണ് അവര് പറയുന്നത്. അങ്ങനെ വേദയും വിക്രവും മനസ്സിലാക്കുകയാണ് തങ്ങളുടെ ഈ ഒരു അശാന്തി പിടിച്ച ഈ ഒരു ഓട്ടത്തിനും അലച്ചിലിനും പിന്നില് ഇവരുടെ ശാപമാണ് എന്നുള്ളത്. അങ്ങനെ വേദയും വിക്രവും ഇവരുടെ വീട്ടിൽ പോയി ഇവരെ കാണാൻ എന്താ കണ്ട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളാണെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ എന്താ പറയാ വാതിലൊക്കെ കൊട്ടി അടക്കുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദയും വിക്രവും ഭയങ്കര എന്താ പറയാ നിരാശരായിട്ട് തിരികെ മടങ്ങുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.